أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على سيد المرسلين وآله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള രക്ഷിതാക്കൾ, സഹോദര സഹോദരിമാർ, വിദ്യാർത്ഥിനികൾ, മുതഅല്ലിം സുഹൃത്തുക്കളെ, തദ്രീബ് ഖത്മുൽ ഖുർആൻ പാരായണ പഠന ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ ബാച്ചിലെ 166ാമത്തെ ക്ലാസ്സിലാണ് നമ്മളെല്ലാവരും. ഈ പരിശുദ്ധമായ റമളാനുൽ ഷരീഫിലെ അവസാനത്തെ 10 ലൈലത്തുൽ ഖദ്ർ ഒക്കെ പ്രതീക്ഷിക്കാവുന്ന സമയങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാൻ കൊണ്ട് രക്ഷപ്പെടുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. ഈ റമളാൻ നമ്മുടെ ജീവിതത്തിലെ അവസാനത്തെ റമളാൻ ആക്കാതിരിക്കട്ടെ. ഇനിയും ഒരുപാട് റമളാനുകളെ സ്വീകരിക്കാൻ അല്ലാഹു ഭാഗ്യം തരട്ടെ. കഴിഞ്ഞ റമളാനിൽ നമ്മോട് കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് പേർ ഇന്നിവിടെ ഇല്ല, അവർ ആറടി മണ്ണിലാണ്. അടുത്ത റമളാനിൽ നമ്മൾ ഉണ്ടാവുമോ എന്നറിയില്ല. അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും തരട്ടെ. മരണപ്പെട്ടു പോയവരുടെ ഖബർ സ്വർഗമാക്കി കൊടുക്കട്ടെ. ദുആ ചെയ്യണം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ വിശുദ്ധ റമളാനിൽ അവസാനത്തെ 10 ക്ലാസ്സുകളിൽ മുടങ്ങാതെ, പെൻഡിങ് ആവാതെ കേൾക്കാൻ ശ്രമിക്കണം ഇൻഷാ അല്ലാഹ്. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ തഫ്ഖീം തർഖീഖിനെ കുറിച്ചുള്ള ബാക്കി ഭാഗങ്ങൾ പറയാം. വായ നിറയെ ശബ്ദമുണ്ടാകും വിധം അക്ഷരത്തെ തടിപ്പിക്കുക തഫ്ഖീം, നേർപ്പിക്കുക തർഖീഖ്. വായ് നിറയെ സൗത്ത് വരും വിധം തടിയോടെ ഹർഫുച്ചരിക്കലതാണ് തഫ്ഖീമോടെ. അല്ലേ? തർഖീഖതെന്നാൽ നേർത്തതായുച്ചാരണം, നാവിൻ്റെ താഴ്ചയതാണ് മോനെ കാരണം. തഫ്ഖീം തർഖീഖ്. അതിൽ ഇസ്തിഅലാഇൻ്റെ ഹർഫുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു. എപ്പോഴും തഫ്ഖീമായിരിക്കും. ചിലപ്പോൾ തഫ്ഖീം ചിലപ്പോൾ തർഖീഖുമാകുന്ന അലിഫും വാവും നൂനും നമ്മൾ പറഞ്ഞു. ഇനി ലാമും റാഉകളും ബാക്കിയുണ്ട്. അതിൽ ഇന്ന് നമ്മൾ ലാമുകളെ കുറിച്ചാണ് പറയുന്നത്. ലാമിനെപ്പോഴാണ് തഫ്ഖീം വരിക, ലാമിനെപ്പോഴാണ് തഫ്ഖീം ഉണ്ടാവുക എന്നതാണ് ഇന്നത്തെ ചർച്ച. നോക്കിയ സ്ക്രീനിലേക്ക്. അല്ലാഹ് എല്ലാവർക്കും അറിയാലോ, അത് വായിക്കാൻ. അല്ലാഹ് ഇതിൻ്റെ സ്പെഷ്യൽ പേരാണ് ഇസ്മുൽ ജലാല എന്ന്. ജലാലത്തിൻ്റെ ഇസ്മ നമ്മൾ പറയുന്ന ഇസ്മുൽ ജലാല ഏതാണ്? അല്ലാഹ് എന്നത്. അല്ലാഹു തആലാക്ക് ഒരുപാട് ഇസ്മുകളുണ്ട്. അസ്മാഉൽ ഹുസ്ന നമുക്കറിയാലോ. അതിലേറ്റവും ഒന്നാമത്തേതും നമ്പർ 1 അല്ലാഹ് എന്നതാണ്. ഇതിലുള്ള അക്ഷരങ്ങൾ ഇപ്പോൾ ഏതാ നോക്കിയേ. ഇതിലുള്ള അക്ഷരങ്ങൾ ഏതാ? ലാ ഉണ്ടോ അതിൽ? താഇൻ്റെ മേലെ പുള്ളിയുള്ള ലാ ഇല്ല. എന്നാൽ ളാദുണ്ടോ നോക്കിയേ, അതുമില്ല. ഇതിലുള്ളത് ശരിക്കും പറഞ്ഞാൽ അലിഫും ലാമുകളും ഹാഉമാണ്. ലാമുകളാണ് എന്ന് ചുരുക്കം, അല്ലാതെ ളാദോ അല്ല. ഈ ലാമിനെ, ലാം എന്ന ഹർഫിനെ, ലാമിൻ്റെ സാധാരണ ശബ്ദമാകുന്ന ലല്ലല്ലല്ല ഉണ്ടല്ലോ, ലല്ലല്ല, അത് വിട്ട് അല്ലാഹ് എന്ന
ഒരു പ്രത്യേകമായ തഗ്ലീൽ അല്ലെങ്കിൽ തഫ്ഖീം രണ്ടും പറയാം, ശബ്ദം ഉണ്ട്. എപ്പോഴുണ്ട്? ആ ഇസ്മുൽ ജലാലയിലെ ലാമിൻ്റെ തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന് ഫത്ഹോ ലൊമ്മോ വന്നാൽ. എങ്ങനെ? ഇസ്മുൽ ജലാലയ്ക്ക് തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന്, ലാമാണല്ലോ, ലാമിൻ്റെ തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന് ഫത്ഹോ ലൊമ്മോ വന്നാൽ എന്ത് പറയും? അല്ലാഹ് എന്നതുപോലെ ലാമിനെ തഗ്ലീൽ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ തഫ്ഖീം ചെയ്തുകൊണ്ടുള്ള ശബ്ദം ഉണ്ടാകും. കസ്റാണെങ്കിലോ സാധാരണ നാം പറയുന്ന ലാമിൻ്റെ ശബ്ദവും ഉണ്ടാവും. എല്ലാവർക്കും അറിയാം ഈ സംഭവം. പക്ഷേ ചിലർക്ക് ഓത്തിലറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാറുണ്ട്. അത് പാടില്ല. ഇതൊക്കെ ബിസ്മില്ലാഹി അല്ലേ? ബിസ്മില്ലാഹി എല്ലാവരും ഓതുക ബിസ്മില്ലാഹിർ റഹ്മാനി എന്നാണ്. അങ്ങനെ തന്നെ ഓതേണ്ടത്, ബിസ്മില്ലാഹി. എന്താണ് ഇവിടെ ഇസ്മുൽ ജലാലയ്ക്ക് തഫ്ഖീം കൊടുക്കാതെ തർക്കീഖാക്കി പറയാനുള്ള കാരണം? ലാമിൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരം മീമാണ്. അള്ളാഹ് എന്ന് പറഞ്ഞതിൽ തുടങ്ങുമ്പോൾ വായിക്കുന്ന ഹംസ അത് ഹംസത്തുൽ വസ്ലാണ്, ചേർത്തി ഓതുമ്പോൾ ഉണ്ടാവില്ല എന്ന് എല്ലാവർക്കും അറിയാലോ. അതാണ് ലാമിൻ്റെ തൊട്ട് മുമ്പ് നമ്മൾ പറയുന്നത് കസ്റുള്ള അക്ഷരമായതുകൊണ്ട് ബിസ്മില്ലാഹി പറയുന്നു. മില്ല മില്ല മില്ലാഹി. മനസ്സിലായല്ലോ? ഇനി നോക്കിയേ റസൂലുല്ലാഹി, നോക്കിയേ സ്ക്രീനിക്ക് നോക്കിയേ. റസൂലുല്ലാഹി, റസൂലുല്ലാഹി എന്ന് പറഞ്ഞെടുത്തോ, ലാമിൻ്റെ ശബ്ദം തഫ്ഖീമിൻ്റെ ശബ്ദം കിട്ടി. എന്താ കാരണം? ഇസ്മുൽ ജലാലയ്ക്ക് തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് ലൊമ്മ് വന്നു. ഏതാണത്? റസൂലു, ലാമിന് ലൊമ്മ് കിട്ടി. റസൂൽ അല്ലാഹി നോക്കിയേ, റസൂൽ അല്ലാഹി, ഇസ്മുൽ ജലാലയ്ക്ക് തൊട്ട് മുമ്പ് ഫത്ഹ് വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. ഇസ്മുൽ ജലാലയിലെ ലാം അതിന് തൊട്ട് മുമ്പ് ഫത്ഹോ ലൊമ്മ വന്നാൽ അല്ലാഹ് എന്ന ശബ്ദവും, കസ്ർ വന്നാൽ ബിസ്മില്ലാഹ് എന്ന തർക്കീഖിൻ്റെ ശബ്ദവുമാണ്. അല്ലേ? അല്ലാഹു എന്നുള്ളതിൻ മുന്നിൽ ഫത്ഹോ ലൊമ്മോ വന്നാൽ പറയുക നൂറല്ലാഹി റസൂലുല്ലാഹി ഇലല്ലാഹ് എന്നാൽ. കസ്റാണി വിധം അല്ലാഹ് എന്നതിൻ മുന്നിൽ വന്നാൽ ബിസ്മില്ലാഹ് നൂരില്ലാഹി റസൂലില്ലാഹി വലില്ലാഹിൽ ഹംദു ലില്ലാഹ്. കണ്ടില്ലേ? അത്രയേ ഉള്ളൂ. സ്ക്രീനിൽ കാണുന്ന ഈ ഉദാഹരണങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. രണ്ടുണ്ട്. ഖുൽ ഹുവല്ലാഹു അഹദ് റളിയല്ലാഹു അൻഹും. ഓരോന്നിനെയും കാരണം കണ്ടെത്തണം കേട്ടോ. ഇദാ ജാഅ നസ്റുല്ലാഹ് ഖാലുല്ലാഹുമ്മ ബിസ്മില്ലാഹ് ഖുലില്ലാഹുമ്മ ഫീ ദീനില്ലാഹി ഫഫീ റഹ്മത്തില്ലാഹ്. അല്ലേ? ഓക്കെ അല്ലേ? ഇസ്മുൽ ജലാലയിൽ ലാം തഫ്ഖീം ആവണം, അതിന് മുമ്പിലുള്ളത് ദമ്മ് ഫത്ഹോ ആവണം. കസ്റാണതെങ്കിൽ അതിന് തർക്കീഖാണ്. ബിസ്മില്ലാഹ് അബ്ദുല്ലാഹി ഈ വിധമാണ്. അല്ലേ? കഴിഞ്ഞ്. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കുക. പിന്നെ വേറെ ചില ഖിറാഅത്തുകളിലൊക്കെ വർഷ് റളിയല്ലാഹു അൻഹുവിൻ്റെ റിവായത്തിലൊക്കെ ഇസ്മുൽ ജലാലയിൽ അല്ലാതെ തന്നെ ലാമിനെ തഫ്ഖീമാക്കേണ്ട സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് ആ ഖിറാഅത്തൊക്കെ പഠിക്കുമ്പോൾ ഓതാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ നമ്മുടെ ഖിറാഅത്ത് വളരെ സൂപ്പറായിട്ട് ഓതി റെഡിയാക്കാം ഇൻഷാ അല്ലാഹ്. അള്ളാഹു ഭാഗ്യം തരട്ടെ. ശരി, നമുക്ക് അടുത്ത സൂറത്തിലേക്ക് വരാം. സൂറത്തു ശുഅറാ തുടങ്ങാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ത്വാസീം മീം. തിൽക ആയാതുൽ കിതാബിൽ മുബീൻ.
لعلك باخع نفسك ألا يكونوا مؤمنين إن نشأ ننزل عليهم من السماء آية فظلت أعناقهم لها خاضعين وما يأتيهم من ذكر من الرحمن محدث إلا كانوا عنه معرضين فقد كذبوا فسيأتيهم أنباء ما كانوا به يستهزئون أولم يروا إلى الأرض كم أنبتنا فيها من كل زوج كريم إن في ذلك لآية وما كان أكثرهم مؤمنين وإن ربك لهو العزيز الرحيم. Okay? തോസീം തോ എന്നതിന് അസ്ലിയായ മദ് നമ്മൾ തോഹ പറഞ്ഞില്ലേ, സീനിലും മീമിലും ലാസിം മദ്. തോസീം മീം തിൽക ആയാതുൽ കിതാബിൽ മുബീൻ لعلك باخع نفسك ألا يكونوا مؤمنين إن نشأ ننزل عليهم من السماء آية فظلت أعناقهم لها خاضعين إن نشأ ننزل عليهم إن نشأ ننزل عليهم من السماء آية فظلت أعناقهم لها خاضعين وما يأتيهم من ذكر من الرحمن محدث إلا كانوا عنه معرضين وما يأتيهم من ذكر من الرحمن محدث إلا كانوا عنه മുഅ്രിദീൻ. അവിടെ ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ, എല്ലാ നിയമങ്ങളും ശ്രദ്ധിക്കണം. ഫഖദ് കദ്ദബൂ ഫസയഅതീഹിം, ഫഖദ് കദ്ദബൂ ഫസയഅതീഹിം അംബാഉ മാ കാനൂ ബിഹി യസ്തഹ്സിഊൻ. അംബാഉ മാ കാനൂ നേരത്തെ കുറേ സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അംബാഉ മാ കാനൂ ആണ്, അല്ലാതെ അംബാഉ മാ കാനൂ ഊമാ കാനൂ ഊമ നോ. അവലം യറൗ ഇലൽ അർളി കം അംബത്നാ ഫീഹാ മിൻ കുല്ലി സൗജിൻ കരീം. അങ്ങനെ أولم يروا إلى الأرض كم أنبتنا فيها من كل زوج كريم إن في ذلك لآية وما كان أكثرهم مؤمنين إن في ذلك لآية وما كان وإن ربك لهو العزيز الرحيم. ലഹുവ ആവരുത്. വഇന്ന റബ്ബക ലഹുവൽ അസീസുർ റഹീം. ബാക്കി വഇദ് നാദാ റബ്ബുക മൂസാ അൻ ഇഅ്തിൽ ഖൗമൽ ളാലിമീൻ ഖൗമ ഫിർഔന അലാ യത്തഖൂൻ قال رب إني أخاف أن يكذبون ويضيق صدري ولا ينطلق لساني فأرسل إلى هارون ولهم علي ذنب فأخاف أن يقتلون قال كلا فاذهبا بآياتنا إنا معكم مستمعون
فأتيا فرعون فقولا إنا رسول رب العالمين أن أرسل معنا بني إسرائيل قال ألم نربك فينا وليدا ولبثت فينا من عمرك سنين وفعلت فعلتك التي فعلت وأنت من الكافرين. Okay. وإذ نادى ربك موسى أن ائت القوم الظالمين. وإذ نادى ربك موسى أن ائت القوم الظالمين قوم فرعون ألا يتقون قال رب إني أخاف أن يكذبون إني أخاف أن يكذبون. ചെറിയ ചെറിയ ആയത്തുകളാണിപ്പോൾ എന്ന് വെച്ച് നിയമങ്ങൾ നഷ്ടപ്പെടരുത്. ويضيق صدري ولا ينطلق لساني ഉണ്ടോ? ويضيق صدري ولا ينطلق لساني فأرسل إلى هارون ولهم علي ذنب فأخاف أن يقتلون. വലഹും അലയ്യ ദംബും ഇഖ്ലാബ് എടുക്കുന്നതോടെ ഇഖ്ഫാ പോകാൻ പാടില്ല. ഖാല കല്ലാ ഫദ്ഹബാ ബിആയാതിനാ ഇന്നാ മഅകും മുസ്തമിഊൻ ഫഅതിയാ ഫിർഔന ഫഖൂലാ ഇന്നാ റസൂലു റബ്ബിൽ ആലമീൻ. ശ്രദ്ധിക്കണേ. ഫഅതിയാ ഫിർഔന فقولا إنا رسول رب العالمين أن أرسل معنا بني إسرائيل قال ألم نربك فينا وليدا قال ألم نربك فينا وليدا ولبثت فينا ولبثت അവിടെ സാവാണ് കേട്ടോ. വലബിസ്ത അല്ല. മിൻ ഉമുരിക സിനീൻ. ഉമുരിക മീമിന് ദമ്മാണ്, അതിനും ദമ്മാണ്. മിൻ ഉംരിക്കയല്ല. അടുത്ത ആയത്തൊന്ന് ഓതി നോക്കിയേ, എല്ലാവരും ഒന്ന് ഓതി നോക്കിയേ. എങ്ങനെ ഹർക്കത്ത് തുടക്കം മുതലേ മാറി. ഹർക്കത്ത് മാറാൻ പാടില്ല, ആകെ മാറൂലേ. ഫഅൽത, ഫഅലത്ത്, ഫഅൽതി, ഫഅൽതു, ഇതൊക്കെ ആകെ വലിയ വലിയ അർത്ഥവ്യത്യാസങ്ങളാണ്. അക്ഷരമൊന്നും മാറിയില്ല, ഹർക്കത്ത് മാത്രം മാറിയപ്പോഴേക്ക്. അപ്പോൾ മാറാൻ പാടില്ല. ഒന്നുകൂടെ. ഒപ്പിക്കാം അല്ലേ? ഒന്ന് രണ്ടാൾ ബാക്കിയൊക്കെ ക്ലിയർ ആണ്. മാഷാ അല്ലാഹ്. നോക്കിയേ. وفعلت فعلتك التي فعلت وأنت من الكافرين. ഇതൊന്ന് ഓതി ക്ലിയർ ആക്കണം കേട്ടോ. ബാക്കി قال فعلتها إذا وأنا من الضالين ففررت منكم لما خفتكم فوهب لي ربي حكما وجعلني من المرسلين وتلك نعمة تمنها علي أن عبدت بني إسرائيل قال فرعون وما رب العالمين قال رب السماوات والأرض وما بينهما إن كنتم موقنين قال لمن حوله ألا تستمعون قال ربكم ورب آبائكم الأولين قال إن رسولكم الذي أرسل إليكم لمجنون قال رب المشرق والمغرب وما بينهما إن كنتم تعقلون. قال فعلتها إذا وأنا من الضالين. قال فعلتها, فعلتها لട്ടോ.
إذا وأنا من الضالين مد لازم ففررت منكم okay ففررت منكم لما خفتكم فوهب لي ربي حكما وجعلني من المرسلين وتلك نعمة تمنها علي أن عبدت بني إسرائيل وتلك نعمة تمنها علي أن عبدت ഓക്കെ. قال فرعون وما رب العالمين എങ്ങനെ قال فرعون وما رب العالمين رب العالمين അല്ലല്ലോ رب العالمين قال رب السماوات والأرض وما بينهما إن كنتم موقنين قال رب السماوات والأرض وما بينهما إن كنتم موقنين قال لمن حوله ألا تستمعون okay قال لمن حوله ألا تستمعون قال ربكم ورب آبائكم الأولين okay قال ربكم ورب آبائكم الأولين قال إن رسولكم الذي أرسل إليكم لمجنون നോക്കണേ قال إن رسولكم الذي أرسل إليكم لمجنون قال رب المشرق والمغرب وما بينهما يعني قال رب المشرق والمغرب وما بينهما إن كنتم تعقلون باقي نجي قال لئن اتخذت إلها غيري لأجعلنك من المسجونين قال أولو جئتك بشيء مبين قال فأت به إن كنت من الصادقين فألقى عصاه فإذا هي ثعبان مبين ونزع يده فإذا هي بيضاء للناظرين قال للملأ حوله إن هذا لساحر عليم يريد أن يخرجكم من أرضكم بسحره فماذا تأمرون قالوا أرجه وأخاه وابعث في المدائن حاشرين يأتوك بكل سحار عليم فجمع السحرة لميقات يوم معلوم وقيل للناس هل أنتم مجتمعون okay. قال لئن اتخذت إلها غيري قال لئن اتخذت إلها غيري لأجعلنك من المسجونين لأجعلنك لا أجعل لا أجعلنك قال أولو جئتك بشيء مبين أولو جئتك قال فأت به إن كنت من الصادقين قال فأت به إن كنت من الصادقين فألقى عصاه فإذا هي ثعبان مبين فألقى عصاه فإذا هي ثعبان مبين ونزع يده فإذا هي بيضاء للناظرين ونزع يده فإذا هي بيضاء للناظرين قال للملأ حوله إن هذا لساحر عليم قال للملأ حوله إن هذا لساحر عليم
യുരീദു അൻ യുഖ്രിജകും മിൻ അർദികും ബിസിഹ്രിഹി ഫമാദാ തഅ്മുറൂൻ. ബിസിഹ്രിഹി നിർത്തുമ്പോൾ യുരീദു അൻ യുഖ്രിജകും മിൻ അർദികും ബിസിഹ്രിഹി ഫമാദാ തഅ്മുറൂൻ. ഓക്കെ അല്ലേ? قالوا أرجه وأخاه وابعث في المدائن حاشرين. قالوا أرجه وأخاه وابعث في المدائن حاشرين يأتوك بكل سحار عليم. فجمع السحرة لميقات يوم معلوم. يعني فجمع السحرة لميقات يوم معلوم. وقيل للناس هل أنتم مجتمعون. يعني وقيل للناس هل أنتم مجتمعون. باقي لعلنا نتبع السحرة إن كانوا هم الغالبين. فلما جاء السحرة قالوا لفرعون أئن لنا لأجرا إن كنا نحن الغالبين. قال نعم وإنكم إذا لمن المقربين. قال لهم موسى ألقوا ما أنتم ملقون. فألقوا حبالهم وعصيهم وقالوا بعزة فرعون إنا لنحن الغالبون. فألقى موسى عصاه فإذا هي تلقف ما يأفكون. فألقي السحرة ساجدين قالوا آمنا برب العالمين رب موسى وهارون. قال آمنتم له قبل أن آذن لكم إنه لكبيركم الذي علمكم السحر فلسوف تعلمون. لأقطعن أيديكم وأرجلكم من خلاف ولأصلبنكم أجمعين. قالوا لا ضير إنا إلى ربنا منقلبون. إنا نطمع أن يغفر لنا ربنا خطايانا أن كنا أول المؤمنين. صدق الله العظيم. ഓക്കെ. ലഅല്ലനാ നത്തബിഉ السحرة إن كانوا هم الغالبين. ലഅല്ലനാ ട്ടോ. فلما جاء السحرة قالوا لفرعون أئن لنا لأجرا إن كنا نحن الغالبين. قال نعم وإنكم إذا لمن المقربين. قال لهم موسى ألقوا ما أنتم ملقون. يعني قال لهم موسى ألقوا ما أنتم ملقون. فألقوا حبالهم وعصيهم وقالوا بعزة فرعون إنا لنحن الغالبون. فألقى موسى عصاه فإذا هي تلقف ما يأفكون. അല്ലേ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഫറോവയും നടത്തിയ ആ വലിയ മത്സരം അറിയാലോ. കഥ ഒരുപാട് പേര് കേട്ടിട്ടുണ്ട്. മജീഷ്യർ അല്ലേ, അല്ലെങ്കിൽ കൂടോത്രക്കാർ എല്ലാവരും വന്നു, പലതും എല്ലാവരും കാണിച്ചു. പക്ഷേ ഒറിജിനൽ മുഅ്ജിസത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കയ്യിലുള്ള വടി നിലത്തിട്ടതോടുകൂടി അവരുടെ പാമ്പാണെന്ന് തോന്നിക്കുന്ന മുഴുവനിടത്തിനെയും വിഴുങ്ങിയതോടുകൂടി എന്തു ചെയ്തു? സാഹിര്യങ്ങൾക്ക് കൂടോത്രക്കാർക്ക് മനസ്സിലായി ഒറിജിനലാണത്, ഞങ്ങളത് ഡ്യൂപ്ലിയാണ്, ഞങ്ങളത് എന്താണെന്ന് ഞങ്ങൾക്കറിയാലോ, അത് ഒറിജിനലാണെന്ന് ബോധ്യപ്പെട്ടു. ആ സമയത്ത് ഫഉൽഖിയ അസ്സഹറതു സാജിദീൻ ഖാലൂ ആമന്നാ ബിറബ്ബിൽ ആലമീൻ. അല്ലേ? ഒരു മത്സരം ഫറോവയുടെ കൊട്ടാരത്തിലുണ്ടാക്കിയിട്ട് വടി കൊടുത്ത് അടിവാങ്ങി എന്ന് പറയില്ലേ? സാഹിര്യങ്ങൾ മുഴുവൻ
ആമന്നാ ബി റബ്ബിൽ ആലമീൻ റബ്ബി മൂസ വ ഹാറൂൻ, ഞങ്ങൾ വിശ്വസിച്ചു എന്നും പറഞ്ഞ് ഇസ്ലാമിലേക്ക് വരികയാണ്. ഖാല ആമൻതും ലഹു ഖബ്ല അൻ ആദന ലക്കും ഇന്നഹു ലകബീറുകും അല്ലദീ അല്ലമകുമുസ് സിഹ്റ ഫലസൗഫ തഅലമൂൻ. എന്നോടൊന്നും ചോദിക്കാതെ, സമ്മതം ചോദിക്കാതെ നിങ്ങൾ മൂസാൻ്റെ കൂടെ അലൈഹിസ്സലാം അങ്ങോട്ട് കൂടുകയോ? അത് വലിയ കൂടോത്രക്കാരനാണെന്നൊക്കെ പറഞ്ഞു നോക്കി, നടന്നില്ല. വിവരം അറിയിട്ടോ എന്ന് പറഞ്ഞു. വിവരം അറിയിട്ടോ. ലഉഖത്തിഅന്ന ഐദിയകും വഅർജുലകും മിൻ ഖിലാഫ്, വലത്തെ കാലും വെട്ടും ഇടത്തെ കയ്യും വെട്ടും. ഇങ്ങനെയൊക്കെ പറഞ്ഞു പേടിപ്പിച്ചു. വല ഉസല്ലിബന്നകും അജ്മഈൻ, എല്ലാവരും ഞാൻ കെട്ടിത്തൂക്കും, കുരിശി തറക്കും. അല്ലേ? ഖാലു ലാ ദൈർ, ഒരു കുഴപ്പമില്ല, പ്രശ്നമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. ഇന്ന ഇലാ റബ്ബിന മുൻഖലിബൂൻ. നോക്കി നിങ്ങൾ എത്ര പെട്ടെന്നാ ഈമാൻ അല്ലാഹു തആല ഹിദായത്ത് ഖൽബിലേക്ക് അങ്ങ് കൊടുത്തപ്പോൾ അതൊന്നും ഒരു പ്രശ്നമില്ല. ഇന്നാ നത്മഉ അൻ യഗ്ഫിറ ലനാ റബ്ബുനാ ഖതായാനാ അൻ കുന്നാ അവ്വലൽ മുഅ്മിനീൻ. ഞങ്ങളുടെ റബ്ബ് ഞങ്ങൾക്ക് പുറത്തു തരും, ഒരു കുഴപ്പമില്ല. സദഖല്ലാഹുൽ അദീം. അല്ലാഹുവേ കബൂലാക്കണേ, സ്വീകരിക്കണേ അല്ലാഹ്. ദോഷങ്ങളൊക്കെ പുറത്തു തരണേ അല്ലാഹ്. എല്ലാ ഹലാലായ മുറാദുകളും നീ പൂർത്തിയാക്കി തരണേ അല്ലാഹ്. ഞങ്ങളുടെ തഅല്ലുമിലും തഅലീമിലും ഞങ്ങളെ എല്ലാ മേഖലയിലും നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. റമദാനു ശരീഫ് അനുകൂലമായി സാക്ഷി പറയുന്നവരിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാഹ്. റമദാനു ശരീഫിനെ ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണേ അല്ലാഹ്. അവസാനത്തെ 10 ലൈലത്തുൽ ഖദർ കൊണ്ട് വിജയിക്കുന്നവരിൽ സാധുക്കളായ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി തരണേ അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ റസൂലല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ ഹബീബല്ലാഹ്. തവസ്സൽനാ ബിസ്മില്ലാഹ് وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله. إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدر يا الله. صلاة الله سلام الله عليك